ഹമാസിന്റെ പുതിയ തലവനെ തീർക്കാനായി ലക്ഷ്യമിടുകയാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ഖാൻ യൂനിസ്. മാത്രമല്ല, ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഹമാസിന്റെ പുതിയ തലവനായ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടോ എന്ന കാര്യം ഇസ്രായേൽ നിലവിൽ ഇതുവരെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല. ഇയാളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗാസയിലെ ഒരു ആശുപത്രിക്ക് നേരെയായിരുന്നു ഇസ്രായേൽ പ്രധാനമായിട്ടും ആക്രമണം നടത്തിയിരുന്നത്. ഹമാസ് തലവനായിരുന്ന യഹ്യ സിൻവറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്ന് വിളിച്ചിരുന്നത് പോലെ തന്നെ മുഹമ്മദ് സിൻവാർ ഖാൻ യൂനിസിലെ കശാപ്പുകാരൻ എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെട്ടിരുന്നത്. ഇയാളെ പിടികൂടിയിട്ടുണ്ടോ അതോ കൊല്ലപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഉടൻ തന്നെ അറിയിക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ കൂടുതലും വെളിപ്പെടുത്തിയിട്ടുള്ളത്. തെക്കൻ ഗാസയിൽ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെയായിരുന്നു കൂടുതലും ആക്രമണം നടന്നിരുന്നത്. ഇസ്രായേൽ വ്യോമസേനയാണ് ഇവിടെ ആക്രമണം പ്രധാനമായിട്ടും നടത്തിയിട്ടുള്ളത്. ആശുപത്രിയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ നിരവധി ഹമാസ് തീവ്രവാദികളെ കണ്ടെത്തിയതായി ഇസ്രായേൽ അവകാശവാദം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് വൻതോതിലുള്ള പുകപടലങ്ങൾ ഉയരുന്നതും കണ്ടിരുന്നു. പക്ഷേ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യം നിലവിൽ വ്യക്തമായിട്ടില്ല.